സുഭാഷ് ചന്ദ്രനോടുകൂടി ഒരു കാര്യം. ഇന്നലെ CJPയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു. കപിൽ സിബൽ സന്നിഹിതനായിരുന്നു. വലിയൊരു നിയമ പോരാട്ടത്തിന് അവർ രാജ്യത്തെ വിദ്യാർത്ഥികളോടും യുവജനതയോടും സംസാരിച്ചു. എവിടെയൊക്കെ വലിയ അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടോ അതെല്ലാം തന്നെ അവരുടെ സാക്ഷി എന്ന വെബ്സൈറ്റിലൂടെ അറിയിക്കുക. മറുഭാഗത്ത് SFI അതിശക്തമായി തന്നെ സമരരംഗത്ത് നിൽക്കുന്നു. വളരെ മികച്ച ഒരു കോർഡിനേഷൻ ഇരുവർക്കും ഈ സംഘടനകൾക്കിടയിലുണ്ട്. വളരെ വലിയ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ ഉറപ്പുകളെ നൽകിയ ഉറപ്പുകൾ അതിൽ നിന്നെല്ലാം സർക്കാർ പിൻവാങ്ങുന്നു. പകരം സമരം നയിച്ചവരെ പിടികൂടാൻ, കെണിയൊരുക്കാൻ, അല്ലെങ്കിൽ അവരെ കള്ളക്കേസുകൾ കൊടുക്കാനോ അവരെ രാഷ്ട്രീയത്തിലേക്ക് പ്രതികാരം ചെയ്യാനോ ഒക്കെ കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്ന ഒരു ബോധ്യത്തിലേക്ക് ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി നേതാക്കൾ കൂടുതൽ മാറുകയാണോ? ശരത്, തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് CJPയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. CJPയുടെ അവരുടെ വക്താക്കൾ തന്നെ ഇക്കാര്യം ഇന്ന് തന്നെ ഈ കേസുകളെല്ലാം പിൻവലിക്കണമെന്നുള്ള അന്ത്യശാസനം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അങ്ങനെ പിൻവലിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങും, ഇന്ത്യയുടെ തെരുവുകളിലേക്ക് ഇറങ്ങുമെന്ന് CJP വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ, അന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പല ചർച്ചകൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഈ ഒരു സമരം കൊണ്ട്, ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഒരു വിഡ്ഢികളായി കാത്തിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ യുവതയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും സാധിക്കുകയില്ല. ഇനിയും നീണ്ട ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിരവധിയായ വെല്ലുവിളികൾ വരും. അവർക്ക് അന്ന് ഞങ്ങൾ നൽകിയ ഉറപ്പ്, അഭിഭാഷകർ എന്ന രീതിയിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള നിയമസഹായം സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കപിൽ സിബലിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകൻ 1 കോടി രൂപ അവർക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള നിരവധി പേർ, പ്രോഗ്രസീവായ സെക്യുലറായിട്ടുള്ള അഭിഭാഷകർ ഇവരുടെ കേസ് നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് തയ്യാറായി വരും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ യുവതയെ, ഈ വിദ്യാർത്ഥികളെ നയിച്ചു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന ഇവർക്ക് പിന്തുണ നൽകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സമീപനം എടുക്കാൻ വേണ്ടി ഇന്ത്യൻ സമൂഹം തയ്യാറാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരത്ത്.